മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലീല ടീച്ചർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഋതുയോഗമാണ്. മക്കൾ ചിലരെങ്കിലും ആ പാഠം പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഒന്നാം പാഠം കഴിഞ്ഞ് രണ്ടാമത്തേലേക്ക് കടക്കുകയാണ്. അപ്പം ഇത് ഋതുയോഗം എന്നാണ് ഈ പാഠത്തിന്റെ ശീർഷകം. ഋതുക്കളുടെ യോഗം. അത് നമുക്ക് എന്താന്ന് ക്ലാസ് മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ടീച്ചർ പറഞ്ഞു തരാം. ഈ മീനിങ് മനസ്സിലാക്കി വെക്കുക. ഋതുയോഗം എന്ന് വെച്ചാൽ ഋതുക്കളുടെ യോഗമാണ്. ഋതുക്കൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. നമ്മള് വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം, അങ്ങനെ ഋതുക്കള് നമ്മുടെ പേരിട്ട് വിളിക്കുന്നു. അതില് വസന്തകാലമാണ് ഏറ്റവും സുന്ദരമായ കാലയളവ്. അതായത് ഭൂമിദേവി പുഷ്പിണിയാവുന്ന കാലം. ഈ വസന്തകാലത്തിന്റെ ഒരു സമാഗമം അല്ലെങ്കിൽ രണ്ട് ഋതുക്കള് പരസ്പരം ഒത്തുചേരുന്ന ഒരു സന്ദർഭമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഋതുക്കൾ എന്ന് വെച്ചാല് ഇവിടെ പരാമർശിക്കുന്നത് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുനഃസമാഗമമാണ്. അപ്പൊ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ദുഷ്യന്ത ശകുന്തളമാരുടെ പുനഃസമാഗമത്തെയാണ് ഈ ഋതുയോഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞതിൽ നിന്നും ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത് കാളിദാസന്റെ പ്രധാന കഥാപാത്രമായ ശകുന്തളയും അതേപോലെ തന്നെ ദുഷ്യന്തനും. ഇത് ഈ ഭാഗം ഋതുയോഗം എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിൽ നിന്നാണ്. ഇത് കാളിദാസന്റെ മികച്ച കാവ്യങ്ങൾ അല്ലെങ്കിൽ കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചത് നാടകവും നാടകങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചത് അഭിജ്ഞാന ശാകുന്തളവുമാണ്. അതായത് കാവ്യങ്ങളിൽ മികച്ചത് നാടകം, ആ നാടകങ്ങളിൽ മികച്ചത് അഭിജ്ഞാന ശാകുന്തളം. കാളിദാസൻ എന്ന മഹാകവി ജീവിച്ചിരുന്ന കാലഘട്ടം നമുക്ക് ഊഹിച്ചെടുക്കാനേ പറ്റുള്ളൂ. അതായത് വിക്രമാദിത്യ രാജാവിന്റെ കവി സദസ്സിനെ അലങ്കരിച്ചിരുന്ന മഹത് വ്യക്തിയായിരുന്നു ഈ കാളിദാസ മഹാകവി. ആ ഒരു കാലം വെച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം നമുക്ക് നിർണയിക്കാൻ പറ്റുള്ളൂ. പൗരാണിക കവിയാണ്, സംസ്കൃത പണ്ഡിതനാണ്, ഒട്ടനേകം കാവ്യങ്ങള് രചിച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകം മലയാളത്തിലേക്ക് പല പ്രസിദ്ധന്മാരായ കവികളും വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതില് AR രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളം എന്ന് പറയുന്ന വിവർത്തന ഗ്രന്ഥമാണ് ഏറ്റവും പ്രസിദ്ധമായത്. അതിലെ 7ാം അംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത മലയാള ശാകുന്തളം എന്ന നാടകത്തിന്റെ 7ാം അംഗം. ഇത്രയും കാര്യങ്ങൾ മക്കള് മനസ്സിലാക്കി വെക്കുക. അഭിജ്ഞാന ശാകുന്തളം എഴുതിയിരിക്കുന്നത് കാളിദാസൻ പൗരാണിക കവിയാണ്. ജീവിച്ചിരുന്ന കാലഘട്ടത്തെ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഒരേ ഒരു കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. വിക്രമാദിത്യ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ കവി സദസ്സിലെ ഒരു അംഗമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവി സദസ്സിനെ അലങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു കാളിദാസൻ. അപ്പൊ കാളിയുടെ ദാസൻ എന്നൊക്കെ അദ്ദേഹത്തിന്റെ പഴയകാല കഥകൾ പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു തീരെ അക്ഷരാഭ്യാസത്തില്ലാത്ത ആളായിരുന്നു എന്നും പിന്നീട് കാളിയുടെ അനുഗ്രഹത്താലാണ് അദ്ദേഹം കാളിദാസൻ എന്ന ആ പേരിൽ അറിയപ്പെടുന്നതെന്നൊക്കെയുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ആ കഥയിലേക്ക് അധികം പോകണ്ട. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഋതുയോഗത്തെ കുറിച്ചാണ്. അപ്പൊ ടീച്ചർ ആദ്യം ഈ അഭിജ്ഞാന ശാകുന്തളത്തിലെ കഥ എന്താണെന്നൊരു സൂചന തരാം. എങ്കിൽ മാത്രമേ ഉള്ളൂ മക്കൾക്ക് ഈ കഥാസന്ദർഭത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പഴയൊരു കഥയിലേക്ക് പോവുകയാണ്. ഏതാണ് ആ കഥ? കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിജ്ഞാനം എന്ന് വെച്ചാൽ അടയാളം എന്നാണ് വാക്കിനർത്ഥം. അഭിജ്ഞാനം അടയാളം. അപ്പൊ അഭിജ്ഞാന ശാകുന്തളം അതായത് ഒരു അടയാളത്തിന്മേൽ ഊന്നി നിന്നുകൊണ്ടുള്ള കഥയാണ് ഈ നാടകത്തില് പരാമർശിക്കപ്പെടുന്നത്. വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്ന മുൻകോപിയും അതോടൊപ്പം തന്നെ ഉഗ്രതപസ്വിയുമായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. വിശ്വാമിത്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ പേരൊക്കെ മക്കള് ഓർമ്മ വെക്കണം. വിശ്വാമിത്ര മഹർഷി അദ്ദേഹം കൊടും തപസ് ആരംഭിച്ചു ഭൂമിയിൽ. അങ്ങനെ തപസ്സാരംഭിച്ച്
ഭയങ്കരമായ തപസ്, ആ തപസ്സില് ഇന്ദ്രപദം നഷ്ടപ്പെട്ടു പോകുമോ എന്ന്, അതായത് ദേവേന്ദ്രന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ദേവേന്ദ്രന്റെ ഭയം. അതായത് ഏറ്റവും കൂടുതൽ തപസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇഷ്ടദേവന്മാര് പ്രത്യക്ഷരാകും, അങ്ങനെ ചോദിച്ച വരം കൊടുക്കും. അപ്പൊ ഇത് തന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തുമോ എന്ന ഒരു ഭയം ഈ ദേവേന്ദ്രന്റെ മനസ്സിലുണ്ടായ സമയത്ത് എങ്ങനെയെങ്കിലും വിശ്വാമിത്രനെ ഈ തപസ്സിൽ നിന്ന് ഉണർത്തണം എന്ന് ചിന്തിച്ചു. അതിനുള്ള പോംവഴി അന്വേഷിച്ച സമയത്ത് അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? തന്റെ സദസ്സിലെ, തന്റെ നർത്തക സംഘത്തിലെ 4 സുന്ദരിമാരായ അപ്സരസ്സുകളെ ഭൂമിയിലേക്ക് അയച്ചു. ഉർവശി, മേനക, രംഭ, തിലോത്തമ, ഈ 4 സുന്ദരിമാരെ ഭൂമിയിലേക്ക് അയക്കാണ്. ഇതിനു വേണ്ടിക്കൊണ്ട് ഉഗ്ര തപസ്സിൽ ഇരിക്കുന്ന ഏകാഗ്രചിത്തനായിട്ട്, അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ തന്നെ കൊട്ടിയടച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായി തപസ് ചെയ്യുന്ന വിശ്വാമിത്രനെ ആ തപസ്സിൽ നിന്ന് ഉണർത്തുക എന്നുള്ളതായിരുന്നു ഇവരെ ഏൽപ്പിച്ച ദൗത്യം. അങ്ങനെ ആ സുന്ദരിമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തപസ് ചെയ്യുന്ന വിശ്വാമിത്രന്റെ മുന്നിൽ നിന്ന് ലാസ്യ നൃത്തം ചവിട്ടാൻ തുടങ്ങി. നമുക്കറിയാം, ഒരു ചൊല്ലുണ്ട്, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല, അല്ലെ? അങ്ങനെ ഉഗ്രതപസ്യായ വിശ്വാമിത്രന്റെ മുന്നിൽ നിന്ന് അംഗചലനങ്ങളോടെ ഈ 4 സുന്ദരികളിൽ നിന്ന് നൃത്തം ചെയ്തു. ഉർവശി, മേനക, രംഭ, തിലോത്തമ. അപ്പൊ അവര് പഠിച്ച പണികൾ 18 നോക്കി അവസാനം ഏത് മഹാനെയും ഏത് പുരുഷനെയും മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും. അവർ ഒരുങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നടത്തും എന്ന് തന്നെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, വിശ്വാമിത്രനെ തപസ്സിൽ നിന്ന് അവർ ഉണർത്തി. ഇങ്ങനെ വന്ന കാര്യം അവര് നേടിയെടുത്തു. അങ്ങനെ 3 പേര്, ഉർവശി, രംഭ, തിലോത്തമ, ഈ 3 അപ്സരസ്സുകള് തിരിച്ചു പോകാൻ ഒരുമ്പിട്ടു. അവര് ദേവലോകത്തേക്ക് തിരിച്ചുപോയി. എന്നാല് മേനക മാത്രം ഭൂമിയിൽ തങ്ങി. അതായത് വിശ്വാമിത്രനോട് മാനസികമായി തോന്നിയ ഒരു അടുപ്പത്തിന്റെ പേരിലായിരിക്കാം, എന്തായിരുന്നാലും വിശ്വാമിത്രനും മേനകയും ഭൂമിയിൽ കുറച്ചുകാലം വസിച്ചു. അങ്ങനെ അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. ആ പെൺകുഞ്ഞ് പിറന്ന സമയത്താണ് അവർക്ക് ബോധോദയുണ്ടായത്. കാരണം ഈ വന്നിരിക്കുന്ന കാര്യമൊക്കെ നടത്തി ഇനിയിപ്പോ മേനകയ്ക്ക് സ്വർഗലോകത്തേക്ക് തിരിച്ചു പോകണം, ദേവലോകത്തേക്ക് തിരിച്ചു പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് സ്വർഗലോകത്തേക്ക് പ്രവേശനമില്ല. കന്യകയായി ഭൂമിയിലേക്ക് വന്ന ഒരു സ്ത്രീ അമ്മയായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത്, ഒരു കൈക്കുഞ്ഞുമായി തിരിച്ചു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ദേവലോകത്ത് തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് മേനക ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അച്ഛനായ വിശ്വാമിത്രനാവട്ടെ ലോകം അറിയപ്പെടുന്ന താപസിയാണ്, ബ്രഹ്മചാരിയാണ്. അങ്ങനെ ഒരാള് ഈ കൈക്കുഞ്ഞുമായി എന്ത് ചെയ്യും? ദേശാടനം നടത്തുന്ന സമയത്ത് ഈ കൈക്കുഞ്ഞിനെ എന്ത് ചെയ്യും? തന്ത്രപൂർവ്വം സൗകര്യപൂർവ്വം അച്ഛനും കുഞ്ഞിനെ കൈയൊഴിഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും കൈയൊഴിഞ്ഞ സമയത്ത് ഈ കുഞ്ഞിനെ മേനക തന്നെ എന്ത് ചെയ്യാണ്? ഒരു കാട്ടിൽ കൊണ്ടുപോയി കിടത്തി. അവർ രണ്ടുപേരും 2 വഴിക്ക് പോയി. അങ്ങനെ ഏറ്റവും തേജസ്വിയായ ഒരു പെൺകുഞ്ഞ് ഈ കാട്ടിൽ കിടന്ന് കൈകാലിട്ട് പിടയിൽ കണ്ട സമയത്ത് പക്ഷികളെല്ലാം കൂടി വന്ന് അതിനെ ലാളിക്കാൻ തുടങ്ങി. കാട്ടിലുള്ള പക്ഷികളെല്ലാം ചേർന്ന് അതിനെ ഇങ്ങനെ ലാളിക്കുന്ന സമയത്താണ് അതിലൂടെ തപസിയായ കണ്വമഹർഷി കടന്നു വരുന്നത്. അങ്ങനെ കണ്വമഹർഷി കുഞ്ഞിനെ കാണുന്നു. കണ്വമഹർഷി ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് തന്റെ ആശ്രമത്തിലേക്ക് പോയി. അപ്പൊ താൻ കാണുന്ന സമയത്ത് പക്ഷികൾ ലാളിച്ചവളാണ് ഈ പെൺകുട്ടി എന്നർത്ഥത്തില്, ശകുന്തങ്ങളാൽ ലാളിക്കപ്പെട്ടവൾ എന്നർത്ഥത്തില് കുഞ്ഞിന് ശകുന്തള എന്ന് നാമധേയം ചെയ്തു. അങ്ങനെ കണ്ണന്റെ മകളായിട്ട്, കണ്വമഹർഷിയുടെ ഓമനപുത്രിയായിട്ട്, ഒരു ആശ്രമ കന്യകയായിട്ട് അവള് കണ്വാശ്രമത്തില്, മാലിന്യ നദീതീരത്തുള്ള കണ്വാശ്രമത്തിൽ വളർന്നു. അങ്ങനെ കാലം കടന്നുപോയി, യൗവനയുക്തിയായി. ഈ സമയത്താണ് ദുഷ്യന്ത മഹാരാജാവ് നായാട്ടിനായിട്ട് കാട്ടിലേക്ക് വരുന്നത്. നായാട്ടിന് വന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വണ്ട് വന്ന ഈ ശകുന്തളയെ ആക്രമിക്കാൻ തുടങ്ങിയ സമയത്ത് അവരുടെ കരച്ചിൽ കേട്ടിട്ട് ദുഷ്യന്ത മഹാരാജാവ് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നായികയെ വില്ലൻ വന്ന് ആക്രമിക്കുന്നു. ഈ വില്ലന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് നായകൻ ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരുന്നു. ആ വണ്ടിയെ വെട്ടി താഴെയിടുന്നു. അങ്ങനെ പരസ്പരം അനുരാഗബദ്ധരായി തീരാണ് ദുഷ്യന്തനും ശകുന്തളയും. അതായത് പഴയ കഥ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെ താപസകുമാരിയായ ശകുന്തളയും രാജാവായ ദുഷ്യന്ത മഹാരാജാവും അനുരാഗബദ്ധരാകുന്നു. മാതാപിതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഗാന്ധർവ വിധി പ്രകാരം അവര് വിവാഹിതരാകുന്നു. ഇങ്ങനെ ആരുടെയും അനുവാദമില്ലാതെ വിവാഹിതരായി കുറച്ചുകാലം ഒരുമിച്ച് കഴിഞ്ഞു. ദുഷ്യന്ത മഹാരാജാവിന് നായാട്ടിനുള്ള സമയം അതിക്രമിച്ചു. നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അങ്ങനെ നാട്ടിൽ പോയിട്ട്
രാജകൊട്ടാരത്തിൽ ചെന്ന് വിവരമറിയിച്ച് വേണ്ടുന്ന ഉപചാരങ്ങളോടെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വാക്കുകൊടുത്തിട്ട് തന്റെ വിരലണിഞ്ഞിരിക്കുന്ന മോതിരമൂരി ശകുന്തളയുടെ വിരലണിയിച്ച് ദുഷ്യന്ത മഹാരാജാവ് യാത്രയാവുന്നു. ഈ സമയത്ത് കണ്ണമാഷി ആശ്രമത്തിലില്ലായിരുന്നു. അപ്പൊ കാര്യങ്ങളെല്ലാം നീങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും പോയ ദുഷ്യന്തനെ കുറിച്ച് യാതൊരു വിവരമില്ല. ശകുന്തള ആകെ ആദിയിലകപ്പെട്ടു. പോരാത്തതിന് അവൾ അപ്പോഴേക്കും ഗർഭിണിയായിരുന്നു. അപ്പം ഈ ഒരു സന്ദർഭത്തില് ഗർഭിണിയായിരിക്കുന്ന ശകുന്തള തന്നെ ആ പുരുഷൻ വഞ്ചിച്ചോ എന്നുള്ള സങ്കടപ്പാടില് ആശ്രമവാടിയിലിരിക്കുകയാണ്. അപ്പം ഈ ആശ്രമവാടിയിൽ ചിന്താധീനിയായിരിക്കുന്ന സമയത്താണ് മുൻകോപക്കാരനായ ദുർവാസാവ് മഹർഷി ആശ്രമത്തിലേക്ക് കടന്നു വരുന്നത്. പേര് ഓർമ്മയുണ്ടാവണം, ദുർവാസാവ് മഹർഷി. ഇങ്ങനെ ദുർവാസാവ് മഹർഷി ആശ്രമത്തിലേക്ക് കടന്നു വരുന്നു. സാധാരണ രീതിയിൽ ഒരു മഹർഷി ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആതിഥ്യ മര്യാദ അനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തെ അർഘ്യപാദ്യങ്ങൾ വെച്ച് സ്വീകരിക്കണം, അദ്ദേഹത്തെ കാല് കഴിക്കണം, അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. പക്ഷേ നമ്മുടെ ശകുന്തള ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈ ദുർവാസാവ് മഹർഷി വന്നതോ അയാളുടെ സാമീപ്യമോ അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ ഒരാളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ ആ സമയത്ത്, തന്റെ പുരുഷനായ ദുഷ്യന്ത മഹാരാജാവിനെ കുറിച്ച്. അപ്പം തന്നെ അപമാനിച്ചതായിട്ട് ദുർവാസാവിന് തോന്നുകയാണ്. താൻ ആശ്രമത്തിലേക്ക് ഇത്രയും ഉഗ്ര താപസിയായ താൻ ആശ്രമത്തിലേക്ക് കടന്നു വന്നിട്ട് തന്നെ ഒരു പെണ്ണ് ഗൗനിച്ചില്ല, അപമാനിച്ചു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുകയാണ്. ഒന്ന് എഴുന്നേൽക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന ഒരു തോന്നലുണ്ടായ സമയത്ത് ഉഗ്രമായി അവർ ശപിക്കുകയാണ്. നീ ആരെ കുറിച്ച് ചിന്തിക്കുന്നുവോ അയാൾ നിന്നെ മറന്നുപോകട്ടെ. ഇത് ഒരു ഇടിമിന്നൽ പോലെയാണ് അവിടെ ആഘാതമേൽപ്പിച്ചത്. ഉടനെ തന്നെ ശകുന്തളയുടെ ഇഷ്ടതോഴിമാരായ പ്രിയംവദ, അനസൂയ എന്നീ സ്ത്രീകള് എന്നീ താപസിമാര് ഓടിയെത്തുന്നു. അങ്ങനെ ഓടിയെത്തി ആ ദുർവാസാവിന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ്. അവളുടെ ദയനീയ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പം ദുർവാസാവ് മഹർഷി പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്ക്, ശാപവാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ശാപമോക്ഷം കൊടുക്കാം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര മാർഗം നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടയാളം നിന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ആ പുരുഷനെ കാണിക്കാൻ സാധിച്ചാല് തീർച്ചയായും അയാൾക്ക് നിന്നെ ഓർമ്മ വരും. അപ്പൊ സമാധാനമായി ആ ശകുന്തളയുടെ കയ്യിൽ അണിയിച്ച മോതിരുണ്ടല്ലോ, ദുഷ്യന്തന്റെ പേരെഴുതിയ മോതിരുണ്ടല്ലോ കയ്യിൽ. അപ്പൊ സമാധാനമായി അദ്ദേഹം തിരിച്ചു പോകുന്നു. അങ്ങനെ കണ്ണമഹർഷി തിരിച്ചെത്തുന്നു. കണ്ണമഹർഷി തിരിച്ചെത്തിയ സമയത്താണ് ഇവരറിയുന്നത്. കണ്ണമഹർഷി പറഞ്ഞു, എനിക്ക് വളരെ സമാധാനമായി. കാരണം മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ അവൾ സ്വയം കണ്ടെത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവളെ ഭർത്തൃഗൃഹത്തിലേക്ക് പറഞ്ഞയക്കണം. അപ്പൊ അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് കാളിദാസ കാവ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാവ്യമാണ് ഈ അഭിജ്ഞാന ശാകുന്തള. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. മൂത്തത് മുല്ലവള്ളിയാണ്. അതായത് അദ്ദേഹം ലാളിച്ചു വളർത്തിയിരുന്ന മുല്ലവള്ളി, വനജ്യോത്സ്ന എന്ന് അദ്ദേഹം പേരിട്ടതിന്. അങ്ങനെ മൂത്ത മകളായ വനജ്യോത്സ്ന അടുത്തു നിൽക്കുന്ന രസാല മരത്തെ തേന്മാവിനെ ഭർത്താവായി വരിച്ചു. അതായത് അവൾക്ക് അനുയോജ്യനായ ഭർത്താവിനെ അവൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ പുത്രിയായ ശകുന്തളയിത ഉഗ്രനായ അല്ലെങ്കിൽ ഏറ്റവും ഉചിതനായ ഒരു ഭർത്താവിനെ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു പിതാവെന്ന നിലയിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. മുനികുമാരന്മാരൊപ്പം ശാർങ്ങരവൻ, ശാരദ്വതൻ എന്നു പേരുള്ള 2 മുനികുമാരന്മാരോടൊപ്പം താപസിമാരുടെ സഹായത്തോടെ കാട്ടിൽ നിന്ന് ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. അവിടെ കവി പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശകുന്തളയെ മണവാട്ടിയായി അണിയിച്ചുകൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിന് പ്രകൃതിയായിരുന്നു അവൾക്ക് ആടയാഭരണങ്ങൾ നൽകിയത്. ശരീരത്തിൽ തേക്കാനുള്ള ചെമ്പഞ്ഞിച്ചാറിൽ ഒരു വനദേവത കൊടുത്തെന്നും കഴുത്തിലണിയാനുള്ള മാല മറ്റൊരു വനദേവത കൊടുത്തെന്നും വസ്ത്രം മറ്റൊരു വനദേവത കൊടുത്തെന്നും അങ്ങനെ അവളെ മണവാട്ടിയായി ചമയിച്ചിരിക്കെ ആപാടങ്ങളോടെ കൊട്ടാരത്തിലേക്ക് യാത്രയാക്കി. കൂടെ ശാർങ്ങരവൻ, ശാരദ്വതൻ എന്നീ 2 മുനികുമാരന്മാരും. ഒരുപാട് ദൂരം നടന്നു. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമൊന്നുമില്ല. നമുക്കറിയാം, പുരാണങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇവര് നടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ കുറെ ദൂരം നടന്ന സമയത്ത് ക്ഷീണം തോന്നി. അപ്പം തൊട്ടടുത്ത് കണ്ട ഒരു അരുവിയിലേക്ക് ഇറങ്ങി കാൽമുഖം കഴുകി ദാഹം തീർത്ത് കുറച്ചു നേരം വിശ്രമിച്ച് വീണ്ടും അവർ യാത്രയായി. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ സമയത്ത് ഇങ്ങനെ 2 ആൾക്കാർ വന്നിട്ടുണ്ട് മുഖം കാണിക്കാനെന്ന് പറയുന്നു. ആ ശകുന്തളയെ ദുഷ്യന്തന്റെ മുന്നിലേക്ക് എത്തിച്ചു. പക്ഷേ ഇവിടെ കഥയാകെ മാറുകയാണ്.
ദുഷ്യന്തന ചന്തയിൽ കണ്ട ഒരു പരിചയം പോലും ഇല്ലായിരുന്നു. അതായത് അവളെ വല്ലാത്ത രീതിയല്ല, ഒരു സ്ത്രീ എത്രമാത്രം അപമാനിക്കാമോ അത്രമാത്രം അപമാനിച്ചാണ് അവിടുന്ന് ദുഷ്യന്തൻ പറഞ്ഞയച്ചത്. നീ കുലടയാണ്, അതായത് വേശ്യ സ്ത്രീയാണ്, നീ എന്റെ പണം പൊന്ന് ഇതൊക്കെ തട്ടാൻ വേണ്ടിക്കൊണ്ട് ചമഞ്ഞൊരുങ്ങി വന്നവളാണ്, നീ വെറും ഒരു കുയിലിനെ പോലെ, അതായത് തന്ത്രപൂർവ്വം കാര്യങ്ങൾ നേടുന്ന കുയിൽപ്പെണ്ണാണ് നീ. എന്തിനധികം പറയുന്നു, വളർത്തു ദോഷമാണ്, അച്ഛനമ്മമാര് വളർത്തിയതല്ലല്ലോ നിന്നെ, ആരോ കണ്ട് എടുത്തു വളർത്തിയവളല്ലേ എന്ന് വരെ അധിക്ഷേപിക്കുന്നു. നിനക്ക് പണം വേണോ, പൊന്നു വേണോ, വസ്ത്രങ്ങൾ വേണോ, എന്ത് വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കോ, പക്ഷേ എന്നെ തേടി നീ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ, അവളുടെ വ്യക്തിത്വത്തെ എത്രമാത്രം ഹനിക്കാമോ അത്രയും ഹീനമായ രീതിയിൽ ദുഷ്യന്തൻ പെരുമാറുന്നു. മാനഭംഗം സഹിക്കാതെ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് ശകുന്തള തിരിച്ചു പോകുന്നു. അപ്പൊ മേനകയുടെ സഹായത്തോടെ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അങ്ങനെ ആ കുഞ്ഞിന് സർവദമനൻ എന്ന് പേരിട്ടു. അപ്പൊ കാലങ്ങൾ കടന്നുപോയി. ദുഷ്യന്ത മഹാരാജാവ് പിന്നീട് ഈ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴിയില് ദേവേന്ദ്രന്റെ പേരാളിയായ മാതലിയെ ഈ കശ്യപാശ്രമത്തിനടുത്തുകൂടെ കൊണ്ടുവരികയാണ്. ആ കശ്യപാശ്രമത്തിൽ എന്റെ സമീപത്തെത്തിയ സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, ഒരു പിഞ്ചുബാലൻ സിംഹക്കുട്ടിയുടെ വായിൽ കൈയിട്ടിട്ട് അതിന്റെ പല്ലെണ്ണി നോക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ടു രാജാവ്. ഇത്രയും പരാക്രമിയായ ഒരു കുഞ്ഞാരാണ് എന്ന് അത്ഭുതപ്പെടുകയാണ്. അപ്പൊ ഇവിടെ വെച്ചാണ് നമുക്ക് നമ്മുടെ പാഠഭാഗം പഠിക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ നാടകം ആരംഭിക്കുന്നത്. അപ്പൊ ഋതുയോഗമാണ്, ഋതുക്കളുടെ യോഗമാണ്. ഇനി ഇതില് കാളിദാസന്റെ കാവ്യങ്ങളില് ഏറ്റവും കൂടുതൽ മികച്ചത് അഭിജ്ഞാന ശാകുന്തളമാണെന്നും ഏറ്റവും കൂടുതൽ നാടകീയത നിലനിർത്തുന്ന ഒരു നാടകമാണിതെന്നും പറയുന്നു. ഇവിടെ നമ്മൾ കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ദുഷ്യന്തനും ശകുന്തളയും ഒത്തുചേരുന്നു. ഇനി പിന്നീട് അവരുടെ സംയോഗം, ദേവന്മാരുടെ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ കശ്യപ മഹർഷിയുടെയും മാതലിയുടെയും ഒക്കെ തന്നെ അനുഗ്രഹം, അങ്ങനെ നമ്മളൊരു ശുഭപര്യവസായിട്ടാണ് ഈ നാടകത്തെ പിന്നീട് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് നാടകത്തിലേക്ക് കടക്കാം. പാഠം നമുക്ക് നോക്കാം. മക്കളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ശ്ലോകങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ശ്ലോകങ്ങൾ വായിച്ചു പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പം കാവ്യ സന്ദർഭം ഓർമ്മയുണ്ടാവണം. എവിടെ നിന്നാണ് നാടകം തുടങ്ങുന്നത്? ദുഷ്യന്തനും ശകുന്തളയും കണ്ടുമുട്ടുന്ന ഒരു രംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ മുന്നിൽ കാണുന്നത് സർവദമനെയാണ്. അതിലൂടെ കടന്നു വരുന്ന ദുഷ്യന്ത മഹാരാജാവ്. നമുക്ക് ആ ഋതുയോഗത്തിന്റെ ഒരു മുഖവുര, ഒരു ആമുഖം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഭാരതീയ നാടകങ്ങളിൽ അദ്വിതീയമാണ് കാളിദാസന്റെ അഭിജ്ഞാന ശകുന്തളം. മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തെ ആസ്പദമാക്കി രചിച്ച ഈ കൃതി മലയാള ശാകുന്തളം എന്ന പേരിൽ AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. പ്രസ്തുത കൃതിയിലെ 7ാം അംഗത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്തൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്ത ശകുന്തളയെ ദുർവാസാവിന്റെ ശാപത്താൽ മറക്കുന്നു. കണ്ണ ശിഷ്യരോടൊപ്പം രാജധാനിയിലെത്തിയ ഗർഭിണിയായ ശകുന്തള അപമാനിതയായി തിരിച്ചയക്കപ്പെട്ടു. പരിത്യക്തയായ അവൾ മാതാവായ മേനകയോടൊപ്പം കശ്യപാശ്രമത്തിലേക്ക് പോയി. വർഷങ്ങൾക്കു ശേഷം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി ദുഷ്യന്തൻ കശ്യപാശ്രമത്തിലെത്തുന്നു. ഇത്രയാണ് ഇതിന്റെ മുഖവുര. ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. അതിന്റെ കണ്ണ് ശിഷ്യന്മാരെന്ന് പറയുന്നത് ശാർങ്ങരവൻ, ശാരദ്വതൻ എന്ന് പറയുന്ന 2 മുനികുമാരന്മാരാണ്. പിന്നെ നമ്മള് അവരുടെ 2 തോഴിമാരെന്ന് പറയുന്നത് അനസൂയ, പ്രിയംവദ എന്നീ 2 തോഴിമാരാണ്. പിന്നെ കണ്വാശ്രമത്തിൽ വളരുന്ന മറ്റു 2 ആൾക്കാര്, ഈ ശകുന്തള തന്റെ വാർത്തുപുത്രനായി കാണുന്ന ദീർഘാഭാങ്കൻ എന്ന് പറയുന്ന ഒരു മാൻകിടാവുണ്ട്. അതായത് ശകുന്തളയെ പോലെ തന്നെ പ്രസവിച്ച സമയത്ത് അമ്മയെ നഷ്ടപ്പെട്ടു പോയ ഒരു മാൻകിടാവിനെ കൂടി അവിടെ വളർത്തുന്നുണ്ട്. അപ്പൊ ദീർഘാഭാങ്കൻ എന്ന് പറയുന്ന ഒരു മാൻകിടാവ്, വനജ്യോത്സ്ന എന്ന് പറയുന്ന മുല്ലവള്ളി, അങ്ങനെ മനുഷ്യരും ചരാചരങ്ങളും ഒത്തുചേരുന്ന ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് ശാകുന്തള നാടകത്തിൽ കാണാൻ സാധിക്കും. അതായത് മനുഷ്യരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളാണ് ഈ ചരാചരങ്ങളും എന്ന് നമുക്ക് ഈ നാടകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ഉദാഹരണത്തിന് ശകുന്തളയെ ഭർത്തൃഗൃഹത്തിലേക്ക് അയക്കുന്ന സമയത്ത് അവിടെ വെള്ളിലകൾ കണ്ണീർ കണക്ക് ചൊരിയുന്നു. ചെടികളെല്ലാം തന്നെ അവിടെ തളിരിലകൾ പൊഴിച്ചുകൊണ്ട് ആ വിയോഗ ദുഃഖം അറിയിച്ചു.
പുല്ലിനെ മാൻ തുപ്പുന്നു. അതായത് വായിലകപ്പെട്ട പുല്ല് തുപ്പിക്കളഞ്ഞുകൊണ്ട് മാൻപേടകൾ അവരുടെ സങ്കടം അറിയിക്കുന്നു. അങ്ങനെ മനുഷ്യന്റെ ഏത് ദുഃഖങ്ങളിലും ചരാചരങ്ങൾ കൂടി പങ്കാളികളാവുന്നുണ്ട് എന്ന ഒരു കാര്യം ഈ നാടകത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ആശ്രമത്തിലേക്ക് എത്താം. കശ്യപാശ്രമത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ദേവാസുര യുദ്ധം കഴിഞ്ഞ് ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത് ദുഷ്യന്ത മഹാരാജാവ് തിരിച്ചു വരികയാണ്. ഈ സമയത്ത് കശ്യപാശ്രമത്തിന് സമീപത്തൂടെയാണ് വരുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം കാണുന്ന കാഴ്ച, ഒരു കുട്ടി ഒരു സിംഹത്തിന്റെ വായിൽ കൈയിട്ടിട്ട് അതിന്റെ പല്ല് എണ്ണി നോക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതാരാണെന്നൊന്നും നമുക്കറിയില്ല. നാടകം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് നമുക്ക് കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. നേരത്തെ ടീച്ചർ പറഞ്ഞ സർവധമനൻ എന്നാണ് കുട്ടിയുടെ പേര്. ടീച്ചർ പറയാം, അത് ശകുന്തളയുടെ മകനാണ്. അപ്പൊ നാടകീയ മുഹൂർത്തങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നാടകീയ മുഹൂർത്തങ്ങൾ നിലനിൽക്കുന്ന ഭാഗമാണ് ഈ ശാകുന്തളത്തിലെ 7ാം അംഗം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പേരിട്ടു? നമ്മള് ഋതുയോഗം എന്ന പേരിട്ടു. ഋതുക്കളുടെ യോഗമാണ്. ശരി, ബാക്കി ടെക്സ്റ്റുകൾ നമുക്ക് വായിച്ചു നോക്കാം. അരുതുണ്ണി, ചാബല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. രാജാവ് കേട്ടതായി നടിച്ച്, ഇവിടെ അഭിനയം വരുന്നതല്ല, പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? ശബ്ദമനുസരിച്ച് നോക്കിയിട്ട്, ഏതാണ് ഈ ബാലൻ? പിന്തുടരുന്ന താപസിമാരെ ഒട്ടും വകവെക്കുന്നില്ല ഇവനാകട്ടെ. അരുതുണ്ണി, ചാവല്യം കാണിക്കരുത്. അത് നമുക്കറിയാം, ഒരു പിഞ്ചു കുഞ്ഞ് സിംഹത്തെ പിടിച്ചു വെച്ച് അതിന്റെ വായില് കൈയിടുന്ന സമയത്ത് അതൊരു ചാബല്യമാണ്, കുട്ടിത്വമാണ്. അപ്പൊ അത് എന്ത് ചെയ്യാണ്? താപസിമാരെ വിലക്കാണ്. ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. ജാതി സ്വഭാവം എന്ന് വെച്ചാല് ഇവൻ ക്ഷത്രിയനാണ് എന്നെല്ലാവർക്കും അറിയാം. അതായത് ക്ഷത്രിയ വീര്യമാണ് ഈ കുഞ്ഞിനുള്ളത്. അതായത് ഒരു താപസ കുമാരനിൽ കാണുന്ന ലക്ഷണങ്ങളല്ല ഇവനിലുള്ളത്. ജന്മന ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാല, കഴുത്തിലുണ്ടായിരുന്ന മാല. അപ്പൊ അത് എന്താണ്? ക്ഷത്രിയ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതായത് അത് പറയുന്നുണ്ട്, അത് അവന്റെ മാതാപിതാക്കൾ ഒഴികെ അത് സ്പർശിച്ചാൽ അത് പെട്ടെന്ന് പാമ്പായി മാറുകയും സ്പർശിച്ചാലെ കൊത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചില ക്ഷത്രിയ ലക്ഷണങ്ങളോടെ പിറന്നു വീണവനാണ് ഈ സർവ്വധമനൻ. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. അതായത് ജാതി സ്വഭാവം വെച്ചാൽ ക്ഷത്രിയ സ്വഭാവമാണ് അല്ലെ. ഈ ക്ഷത്രിയ സ്വഭാവം വളരുന്നത് താപസന്മാരുടെ കൂടെ അല്ലെ, താപസാശ്രമത്തില് മുനികുമാരന്മാരുടെ കൂടെയാണ് വളരുന്നത്. പക്ഷേ അദ്ദേഹത്തില് ആ കുട്ടിയില് കാണുന്ന പ്രകടമായ സ്വഭാവം ഏതാണ്? ക്ഷത്രിയ സ്വഭാവമാണ്. രാജാവ് കേട്ടതായി നടിച്ച സമയത്താണ് രാജാവ് കടന്നു വരുന്നത്. രാജാവ് ചോദിക്കുകയാണ്, ഇവിടെ അഭിനയം വരുന്നതല്ല, അതായത് ഞാൻ ഒരു അഭിനയവും കാണിക്കുന്നില്ല. അത് ആരോടാണ് പറയുന്നത്? പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? ആരെയാണ് ഈ തടസ്സപ്പെടുത്തുന്നത്? അതായത് ചാബല്യം കാണിക്കരുത് എന്നാ പറയുന്നത്. അപ്പൊ ഞാനായിട്ട് ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല. ശബ്ദം അനുസരിച്ച് നോക്കിയിട്ട്, ഏതാണ് ഈ ബാലൻ? അപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് ചോദിക്കണം, ഏതാണ് ഈ ബാലൻ? പിന്തുടരുന്ന താപസിമാരെ ഒട്ടും വകവെക്കുന്നില്ല. അതായത് വരുന്ന താപസിമാരെ ഒട്ടും വകവെക്കാതെ കൂസാതെ ഇത്രയും ചമ്പൂറ്റത്തോടെ പെരുമാറുന്ന ഈ കുഞ്ഞാരാണ്? ഇവനാകട്ടെ മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോട് വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. നമ്മുടെ കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോട് വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. ആ കുട്ടീന്റെ ഒരു ബിരുദ് നോക്കണം നമ്മള്. മുലപാതി കുടിച്ചു നിൽക്കുന്ന അമ്മയുടെ മുലപ്പാല് നുകർന്നുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടീനെ പിടിച്ചു വലിച്ച് ഗളരോമങ്ങൾ പിടിച്ചുലച്ച് അതിന്റെ എന്താണ് കഴുത്തിലെ രോമങ്ങൾ പിടിച്ചു വലിച്ചിട്ട് ബലമോട് വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. അവന്റെ പരാക്രമ സ്വഭാവം എത്രയാണെന്ന് നമുക്ക് ആ സമയത്ത് മനസ്സിലാവും. കളിക്കാൻ ഇതല്ല നമ്മുടെ ഇന്നത്തെ പോലെ ടോയ്സുകളല്ല ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് ആശ്രമത്തിൽ വളർന്നു വരുന്ന, കാട്ടില് യഥേഷ്ടം വളർന്നു വരുന്ന സിംഹക്കുട്ടിയെ പിടിച്ചുലച്ചിട്ടാണ് അവൻ കളിക്കാൻ ഒരുമ്പെടുന്നത്. അതും മാത്രമല്ല, എന്ത് ചെയ്യാണ്? പല്ല് എണ്ണി നോക്കാൻ, വായി കൈയിടാം. ധൈര്യം ഉണ്ടോ നമുക്ക്? ഉണ്ടാകുമോ നമുക്ക്? ദൂരെ നിന്ന് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പേടിച്ച് നമ്മുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. പക്ഷെ അവന്റെ പരാക്രമ സ്വഭാവം, അവന്റെ ക്ഷത്രിയ സ്വഭാവം അതോടെ വെളിപ്പെടുകയാണ്. അതും എന്താണ്? അമ്മയുടെ മുലപ്പാൽ നുകർന്നുകൊണ്ടിരിക്കുക കുഞ്ഞ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ദേഷ്യം പിടിക്കും അല്ലെ. അമ്മയിൽ നിന്ന് അടർത്തി എടുക്കുക കുഞ്ഞിന്. അപ്പൊ അമ്മയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ആ മുലപ്പാൽ നുകരുന്ന കുഞ്ഞിനെ അടർത്തി എടുത്തിട്ട് അവനെ താലോലിക്കല്ല ചെയ്യുന്നത്, പിടിച്ച് വലിച്ചുകൊണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? വായി കൈയിടുക ചെയ്യുന്നത്. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത
വലമോട് വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. കളിയാടാനാണ്, കളിക്കാനാണ്. മേൽ പറഞ്ഞ പ്രകാരം ബാലൻ താപസിമാരും പ്രവേശിക്കുന്നു. അപ്പൊ നമ്മൾ രംഗത്ത് കാണുന്നത് എന്ത് ചെയ്യാനാ, സിംഹക്കുട്ടീനെ പരാക്രമ സ്വഭാവത്തോടെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് അവനെ എന്താണ് കളിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന, അതിനോടൊപ്പം തന്നെ 2 താപസിമാരും കൂടിയാണ് കടന്നു വരുന്നത്. ബാലൻ, വായ് പൊളിക്കൂ സിംഹക്കുട്ടി, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ. അതായത് കളിക്കാൻ വേണ്ടി കുരങ്ങനും അല്ലെ കാട്ടിൽ ഇഷ്ടമാതിരി മുയലും കുരങ്ങും ഒക്കെ ഉണ്ടാവില്ലേ, അതിനൊന്നുമല്ല മൂപ്പര് കണ്ടെത്തിയത് ആരെയാണ്, സിംഹക്കുട്ടിയാണ്. നിൽക്ക്, അടങ്ങി നിൽക്ക്, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ. 1 ചണ്ടിത്തരം കാണിക്കരുത്. ഞങ്ങൾ മക്കളെ പോലെ വളർത്ത മൃഗങ്ങൾ ഉപദ്രവിക്കുന്നോ? നിന്റെ തുനിയും കൂടെ കൂടിപ്പോകുന്നു. സർവ്വദമനൻ എന്ന് മഹർഷിമാർക്ക് പേരിട്ടത് ശരി തന്നെ. ചണ്ടിത്തരം കാണിക്കുന്നു. എന്താണ് ഈ ചണ്ടിത്തരം? ആശ്രമവാടത്തില് ഇഷ്ടംമാതിരി മൃഗങ്ങൾ മേയുന്നതാണ്. അവരുടെ സ്വൈരവിഹാരം നടത്തുന്ന സ്ഥലമാണ് ഈ ആശ്രമവാടം എന്ന് പറയുന്നത്. അവിടെയുള്ള ഈ മൃഗത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് സിംഹമായിക്കോട്ടെ, ആനയായിക്കോട്ടെ, പുലി, കരടി എല്ലാം ഉണ്ടാവും ആ പ്രദേശത്ത്. അപ്പൊ അങ്ങനെ സ്വൈരവിഹാരം നടത്തുന്ന ഈ മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവരെ ദ്രോഹിക്കുന്നോ? നിന്റെ ചണ്ടിത്തരം കുറച്ച് കൂടിപ്പോകുന്നുണ്ട്, നിന്റെ തുനിവ് കുറെ കൂടിപ്പോകുന്നു. സർവ്വദമനൻ, എല്ലാറ്റിനെയും ജയിക്കുന്നവൻ എന്ന് മഹർഷിമാർക്ക് പേരിട്ടത് ശരി തന്നെ. ഒരുപക്ഷെ നിന്റെ പേര് സർവ്വദമനൻ എന്നായിരിക്കാം, എല്ലാറ്റിനെയും ജയിക്കുന്നവൻ എന്നായിരിക്കാം. പക്ഷേ നീ കാണിക്കുന്ന ഇപ്പൊ എന്താണ്, ചണ്ടിത്തരമാണ്. ആശ്രമവാടിയില് സ്വൈരവിഹാരം നടത്തുന്ന, യഥേഷ്ടം ജീവിക്കുന്ന മൃഗങ്ങളെയാണ് നീ ഇപ്പൊ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാ, എന്താണ് ഈ ബാലനെ കണ്ടിട്ട് എനിക്ക് സ്വന്തം പുത്രനെ പോലെ സ്നേഹം തോന്നുന്നത്? പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെ? പെട്ടെന്ന് രാജാവിന്റെ മനസ്സിൽ, ഇതാണ് നമ്മൾ പറഞ്ഞു, കാളിദാസ നാടകങ്ങളില് മികച്ചത് അഭിജ്ഞാന ശാകുന്തളമാണ്. അഭിജ്ഞാന ശാകുന്തളത്തിൽ തന്നെ അതിലെ 7ാം അംഗമാണ്. ഏറ്റവും കൂടുതൽ നാടകീയത നിലനിർത്തുന്ന ഭാഗവുമാണ് എന്ന് കൂടി പറഞ്ഞു. അപ്പൊ ഈ നാടകീയത, അതായത് നമുക്കറിയാം, ഒരു നാടകത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത്, ഒരു നാടകം കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ അറിയാനുള്ള ജിജ്ഞാസയെ, ഉത്കണ്ഠയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരെ ചെയ്യുക അല്ലെ. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ സാവധാനം വന്ന് അത് മേലോട്ടുയർന്ന് ഏറ്റവും പാരമ്യതയിൽ എത്തിയ സമയത്ത് അതിന്റെ കഥാമർമ്മം വെളിപ്പെടുത്തിയിട്ട് വീണ്ടും നമ്മുടെ ജിജ്ഞാസയെ തളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ എവിടെ കാണുക, നാടകങ്ങൾ കാണുക അല്ലെ. അതായത് ശരിക്കും ഒരു ഗ്രാഫാണത്. നമ്മുടെ സമനിലയിൽ നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജിജ്ഞാസയെ വളർത്തിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അതിന്റെ ഏറ്റവും പാരമ്യതയിലെത്തുന്ന സമയത്ത് അതിന്റെ കഥാമർമ്മം വെളിപ്പെടുത്തുന്നു. അതായത് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും എന്തുണ്ടാവും, നമ്മുടെ മനസ്സ് തളരും അല്ലെ, നമ്മുടെ ജിജ്ഞാസ താഴോട്ടിറങ്ങി വരും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നിങ്ങളൊക്കെ സീരിയൽ കാണുന്ന ആൾക്കാരായിരിക്കും അല്ലെ. TV സീരിയൽ, ഏഷ്യാനെറ്റിലൊക്കെ തന്നെ തുടർച്ചയായി വരുന്ന സീരിയലുകളൊക്കെ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും. കാരണം ലോക്ക്ഡൌണും പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അല്ലേ, ബോറടിക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്കറിയാം, ഓരോ സീരിയലും അവസാനിക്കുന്നത് എന്താണ്, നാളെ എന്താകും എന്നറിയാനൊരു മുഹൂർത്തത്തിലാണ്. നമ്മളൊക്കെ തന്നെ മനസ്സിനിങ്ങനെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ നാളെ എന്താവും, നാളെ 7 മണിയാവാൻ കാത്തുക്കും നമ്മള്, എന്ത് പറ്റിയിട്ടുണ്ടാവാം അല്ലെ. മരുമോളെ എണ്ണ ഒഴിച്ചിട്ട് അമ്മായിയമ്മ കോണിപ്പടിയിൽ നിന്ന് തലകുത്തി വീണിട്ടുണ്ടാവുള്ളൂ അല്ലെ, അല്ലെങ്കിൽ കാമുക്ക് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുമോ. ഈ ഇത്തരത്തിലുള്ള ഒരുപാട് ഉത്കണ്ഠകളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മുടെ സീരിയലൊക്കെ ഉള്ളത്. ഈ ഉത്കണ്ഠകള് ആണ് കഥയുടെ മർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥാമർമ്മത്തിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇവിടെയും സാവധാനം എന്ത് ചെയ്യാണ്, ഒരു നാടകീയത നിലനിർത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഈ അന്യനല്ലെന്നും ദുഷ്യന്ത മഹാരാജാവിന്റെ മകൻ തന്നെയാണ് ഇത് എന്നും പെട്ടെന്ന് പറയുന്നു. പകരം പടിപടിയായിട്ട് ഓരോ ലക്ഷണങ്ങള്, ഓരോ കാര്യങ്ങള് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതായത് ദുഷ്യന്തൻ സ്വയം ആലോചിക്കുകയാണ്, ഇവനെ കണ്ടിട്ട് സ്വന്തം മകനെ പോലെ തോന്നുന്നുണ്ടല്ലോ, ആരും പറഞ്ഞിട്ടില്ല ദുഷ്യന്തന്റെ മകനാണെന്ന്. പക്ഷേ കാളിദാസ മഹാകവി അറിഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ തന്നെ ഓരോ പടി മുന്നോട്ട് നീക്കുകയാണ്. പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം, പിന്നെ സ്വയം സമാധാനിക്കുകയാണ്. ഒരുപക്ഷെ മക്കളില്ലാത്ത സങ്കടം കൊണ്ടായിരിക്കാം. മക്കളില്ലാത്ത ഒരാൾക്ക് അല്ലെ, ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും സ്വന്തം പുത്രന്മാരെ പോലെ തോന്നും. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. രാജാവ്, എന്താണ് ഈ ബാലനെ കണ്ടിട്ട് എനിക്ക് സ്വന്തം പുത്രനെ പോലെ സ്നേഹം തോന്നുന്നത്? പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം. 2ാം താപസി, സർവ്വദമന, നീ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിന്റെ തള്ള നിന്റെ നേരെ ചാടി വീഴുമേ. തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. കാരണം എന്താണ്, അമ്മയുടെ മുലപ്പാൽ നുകരുന്നതാണ്, സ്നേഹം ചൊരന്നു കൊടുക്കുകയാണ് അമ്മ. ആ സമയത്ത് ആ വാത്സല്യം ചൊരന്നു കൊടുക്കുന്ന അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപെടുത്തുക എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആരായിരുന്നാലും തീർച്ചയായിട്ടും എതിരിടും. അപ്പൊ എന്താണ്, സിംഹം തള്ള ഒരുപക്ഷെ നിന്റെ നേരെ ചാടി വീഴുമേ എന്നൊരു താക്കീത് കൊടുക്കുകയാണ് താപസിമാര്.
മക്കളെ നമ്മൾ ഒരു ശ്ലോകമാണ് എടുത്തത്. ആ ശ്ലോകത്തിന്റെ ആശയം നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയത്തെ ടീച്ചറെ വിളിക്കുക. തൽക്കാലം ഇന്ന് ഒരൊറ്റ ശ്ലോകേ ടീച്ചർ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ നമ്പറൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറെ നേരിട്ട് വിളിക്കുക. ടീച്ചർ അന്നേരം തന്നെ സംശയം ദൂരീകരിച്ചു തരുന്നതാണ്. അപ്പൊ ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.